വയനാട് അമരക്കുനി ജനവാസ മേഖലയെ വിറപ്പിച്ച കടുവ കൂട്ടിലായി. 7 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് കടുവയെ പിടികൂടിയത്. ദേവർഗതയിലെ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 10 ദിവസത്തിനിടെ 5 ആടുകളെ കടുവ കൊന്നിരുന്നു. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൂടിയാണ് കടുവ ഇത്തരത്തിൽ കൂട്ടിലകപ്പെടുക്കുന്നത്. ദേവർഗത എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു കൂട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടപ്പുറം തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നു. റോഡ് മുറിച്ചു കിടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. തുടർന്നാണ് ഈ പ്രദേശത്ത് വനം വകുപ്പ് പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തി ആ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് കടുവ ഇത്തരത്തിൽ കൂട്ടിൽ കയറിയത്. 8 വയസ്സുള്ള പെൺകടുവയാണ്. ഇതിന് കാലിന് ചെറിയ പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവശനിലയുള്ള ഒരു കടുവയാണ്. ഈ കടുവയെ അതുകൊണ്ട് തന്നെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇവിടെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ തന്നെയും 10 ദിവസമായി ഇത്തരത്തിൽ ഈ കടുവയ്ക്കായിട്ടുള്ള ഒരു തിരച്ചിൽ ആ പ്രദേശത്ത് നടക്കുകയായിരുന്നു. അത്തരത്തിൽ 3 വാർഡുകൾക്ക് മാനന്തവാടി സബ് കളക്ടർ ഇത്തരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ 10 ദിവസത്തിനുള്ളിൽ 5 ആടുകളെയാണ് ഈ കടുവ ആക്രമിച്ചു കൊന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ആളുകളെല്ലാം വലിയ ഭീതിയിലായിരുന്നു. തുടർന്ന് പിന്നീട് വനം വകുപ്പ് ഈ പ്രദേശത്ത് എത്തുകയും അവിടെ ഒരു 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നിരുന്നാൽ തന്നെയും പിന്നീട് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ ഈ വനം വകുപ്പിന് സാധിച്ചിരുന്നില്ല. ഓരോ ദിവസവും കടുവ ഓരോ മൃഗങ്ങളെ പിടിക്കുകയും ഈ ഓരോ ആടുകളെ പിടിക്കുകയും ആ സ്ഥലത്തെത്തി വനം വകുപ്പ് കൂട് സ്ഥാപിക്കുമ്പോൾ കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് പിന്നീട് RRT ടീം അംഗങ്ങൾ അടക്കമുള്ള കൂടുതൽ സംഘങ്ങൾ എത്തുകയും ആ സ്ഥലത്ത് കൂടുതൽ തെരച്ചിൽ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ കടുവ തൂപ്ര ഭാഗത്തേക്ക് അടക്കം പോയത്. ആദ്യം അമരക്കുനിയിലായിരുന്നു, പിന്നെ തൂപ്ര ഭാഗത്തേക്ക് അടക്കം പോയി. ആ തൂപ്ര ഭാഗത്തടക്കം പിന്നീട് കൂട് സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ കടുവ ഊട്ടിക്കവല എന്ന് പറയുന്ന ചില പ്രദേശത്തടക്കം ചെന്ന് ആടിനെ കൊന്നു തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഊട്ടിക്കവലയിൽ അടക്കം കടുവ ഈ കടുവ എത്തിയതോടെ വലിയ പ്രതിഷേധത്തിലേക്ക് ചെയ്തു. തുടർന്ന് അവിടെ വനപാലകരെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമൊക്കെ അവിടെ നടന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കൂടുതൽ സംഘം അവിടെ എത്തുകയും കൂട് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തത്. ഓരോ പ്രദേശത്തു നിന്നും കൂട് മാറ്റി സ്ഥാപിക്കുകയും കടുവ വരവാനുള്ള ആ സ്ഥലത്തേക്ക് കൂട് എത്തിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 3 ദിവസം മുൻപ് കടുവ ഒരു കൂട്ടിനകത്ത് അടുത്ത് വരെ എത്തിയതാണ്. അതിനുശേഷം പിന്നീട് കടുവ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു സമയത്ത് ഈ കടുവയെ ഈ കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഈ കാപ്പിത്തോട്ടത്തിനുള്ളിൽ കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കാപ്പിത്തോട്ടം ആയതുകൊണ്ട് തന്നെയും വൈകുന്നേരം, അതായത് ഇരുടായതുകൊണ്ട് തന്നെയും ഇതിനെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ തുറസായ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു വനം വകുപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ തുറസായ സ്ഥലത്ത് എത്തുമ്പോൾ തങ്ങൾക്ക് മയക്കുവെടി വെക്കാമെന്നുള്ള ഒരു നിശ്ചയത്തിലായിരുന്നു വനം വകുപ്പ് അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നും കടുവ ഈ തുറസായ സ്ഥലത്തേക്ക് എത്തിയില്ല. ഈ കാപ്പിത്തോട്ടത്തിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ കടുവയെ കാണാതാവുകയും കടുവയെ പിന്നീട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയത്. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും ആ കടുവയുടെ അടുത്തെത്തുമ്പോഴത്തേക്കും പിന്നീട് കടുവ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ തൂപ്ര അങ്കണവാടിയുടെ ഭാഗത്ത് ഒരു കർഷകൻ കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കടുവയെ കാണുകയും അതിനുശേഷമാണ് പിന്നീട് ആ ഭാഗത്തുള്ള ഒരു ആടിനെ ഇത്തരത്തിൽ കടുവ ആക്രമിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ പ്രദേശത്തും വനംവകുപ്പ് 7 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ കടുവയെ പിടികൂടിയത്. ദേവർഗതയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ.